ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷീക്കേസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ സ്നാക്കാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പൊട്ടാറ്റോ പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. ഇനി വേണ്ടത് ബേക്കിംഗ് സോഡ, റവ, ഉപ്പ്, ഇത് ചിക്കൻ മസാലയാണ്, കുരുമുളക് പൊടി, കോൺഫ്ലവർ പൊടിയാണ്, പിന്നെ വേണ്ടത് ഒലീവ് ഓയിൽ. നമുക്ക് നമ്മുടെ ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 പൊട്ടാറ്റോ പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. കോൺഫ്ലവർ ആണ്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഞാൻ 2-3 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് റവ ആഡ് ചെയ്യാം. റവയും കോൺഫ്ലവറും ഒരേ രീതിയിൽ മതി. റവ ഞാൻ 2-3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കുരുമുളക് പൊടി നമ്മളെ എരിവിനനുസരിച്ച് മതി. ഇത് ഞാനിപ്പോൾ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് അടുത്തതായി ഉപ്പ് ആഡ് ചെയ്യാം. പൊട്ടാറ്റോയിൽ ഏകദേശം ഉപ്പ് ഉള്ളത് കാരണം ബാക്കി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ചിക്കൻ മസാല ആവശ്യമില്ലാത്തവർക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഈ ഒരു കൂട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് അടുത്തതായി ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ കിട്ടാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ വെള്ളം ആഡ് ചെയ്യരുത്, നന്നായി ലൂസായി പോകും. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മളുടെ മാവ് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കയ്യിൽ ഇത്തിരി ഒലീവ് ഓയിൽ ആക്കി കൊടുത്ത് ഇത് റൗണ്ട് ഷേപ്പിലാക്കി മാറ്റാം.
നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഈ ഒരു ഷേപ്പിൽ മാവൊക്കെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിലും ആക്കിയെടുക്കാം. നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ വേപ്പിലൊക്കെ എടുത്ത് മാറ്റാം. നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ റോൾ കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഒരു ടേസ്റ്റി സ്നാക്കാണ്. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ